ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടപ്പോൾ പലതരത്തിലുള്ള റെസ്പോൺസ് പല ആളുകളിൽ നിന്നും വന്നായിരുന്നു. എൻ്റെ പരിചയക്കാരിൽ നിന്നും പരിചയമില്ലാത്ത ആളുകളിൽ നിന്നൊക്കെ വന്നായിരുന്നു. കുറേ ആളുകൾ എൻ്റെ പരിചയമില്ലാത്ത ആൾക്കാരെ എൻ്റെ നമ്പർ തപ്പി പിടിച്ചെടുത്ത് വിളിച്ചിരുന്നു. നമ്മുടെ മെയിൻ കൂട്ടുകാരെന്ന് പറഞ്ഞവർ സ്ഥിരം നമ്മളെ കളിയാക്കി കൊല്ലുവന്മാർ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ കാണയന്മാർ പല വിധത്തിലുള്ള കളിയാക്കി നശിപ്പിക്കും. എന്നാലും നമ്മൾ തളരില്ല. രാമൻകുട്ടി തളരില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ തളരില്ല. പിന്നെ രണ്ടാമത് ഒരു കൂട്ടരുണ്ട്, എൻ്റെ ആളുകൾ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ ഇതിലും നല്ലതാവും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യണം, വേ ഓഫ് പ്രസൻറ്റേഷൻ എൻറിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. പിന്നെ 2-3 പേര് എന്തോ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഷുഗർ കൂടുതലായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്യണം ആലോചിച്ച് മരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ പതുക്കെ ഞങ്ങൾ നടക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് മഹേഷ് അങ്ങനെ 2-3 ആളുകൾ വിളിച്ചിരുന്നു. പിന്നെ 2-3 നമ്മുടെ ഓഫീസിലുള്ള 2-3 ചെറിയ പയ്യന്മാർ ജിമ്മിൽ പോയി ചേർന്നുണ്ട്. 4 പേരോ 5 പേരോ കൊണ്ട് ചേർന്നുണ്ട്. അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് പറയണം. പിന്നെ എൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഡോക്ടറുണ്ട്, ഡോക്ടർ വിജയൻ, തൃപ്പൂണിത്തുറയിലെ ആണ് പുള്ളിയുടെ ക്ലിനിക്ക്. പുള്ളി എൻ്റെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ സ്ഥിരം പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും ഞാൻ ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. ഒന്നില്ലെങ്കിൽ മൈഗ്രെയിൻ, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, അല്ലെങ്കിൽ കഴുത്ത് വേദന, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ മൗത്ത് അൾസർ, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ, ഇതൊക്കെ പറഞ്ഞിട്ട് റെഗുലറായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇതിനൊക്കെ നല്ല ശമനം വന്നിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്ന ഒരു ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ 2-3 പ്രാവശ്യം മാത്രമേ പനി വന്നിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ എക്സസൈസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള ഒരവസ്ഥയാണ്. വിജയൻ സാറിനെ ഞാൻ ഒരു ദിവസം എൻ്റെ വൈഫിൻ്റെ എന്തോ ഒരു റിസൾട്ട് കാണിക്കാൻ നിന്നപ്പോൾ പുള്ളി വൈഫിനോട് പറഞ്ഞ് കളിയാക്കണ്ടായിരുന്നെ. സുജിത്ത് എല്ലാ ആഴ്ചയിലൂടെ വന്നിരുന്നതാണ്, ഇപ്പോൾ മാറി പറഞ്ഞു. പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 91 kg ആയിരുന്നു വെയിറ്റ് ഉണ്ടായത്. അതൊരു 70 ആയി. 21ഓളം കിലോ കുറഞ്ഞായിരുന്നു. അത് വളരെ കുറവായത് കാരണം ഞാൻ കുറച്ച് ഫുഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ഇപ്പോൾ ഒരു 73-74 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റും തമാശയും കളിയാക്കലും ഒക്കെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് വളരെയധികം റെസ്പോൺസ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെയധികം നന്ദിയുണ്ട്. കളിയാക്കുന്ന ആളുകളോട് അതിലധികം നന്ദി. ഇത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ജിമ്മിൽ പോയതും എക്സസൈസൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തുള്ളവരോട് അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ ഫോർ നൗ. See you later. Bye.